അത് അടുത്തു വരും. എന്താണ് പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ ഗാർഡനാണ്, അപ്പോൾ തന്നെ വൈൻയാർഡാണ് എന്ന് പറഞ്ഞാൽ മുന്തിരി അല്ലേ? വൈൻയാർഡ് എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ ഫീൽഡ് എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമായ രീതിയിലാണ് അത്. മലയാളത്തിൽ ഏകദേശം അതിനോട് യോജിക്കുന്ന ആ ഒരു പദമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷിയാണ്. And the Amplified version aligns more with the Malayalam translation, where it describes it more as a vineyard and a garden. Praise the Lord. ഞാൻ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് സമയമില്ല. മാത്രമല്ല, ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച അത് കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് സംസാരിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അന്നേരം ഞാൻ ദൈവം അനുവദിച്ചാൽ അത് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ ശ്രദ്ധിച്ച്, നമ്മൾ ദൈവത്തിൻ്റെ കൃഷിയാണെന്നാണ് വചനം പറയുന്നത്. Once again it says we are God's field or God's vineyard. അപ്പോൾ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ ദൈവമാണ് ദൈവത്തിൻ്റെ കൃഷിയായി നമ്മളെ നട്ടിരിക്കുന്നത്. And if we are God's field or God's vineyard, God is the one who has planted us. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു കർഷക പശ്ചാത്തലമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു കർഷക കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ നടുന്ന ഓരോ തൈകളെക്കുറിച്ചും അവന് ഉത്തരവാദിത്വമുണ്ട്. അവൻ കൃഷിയെന്ന് പറയുന്നത് അത് അവൻ എഫേർട്ട് എടുത്ത് അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനെ വളർത്താനായിട്ട് നട്ട് വെള്ളമൊഴിച്ച് വളം കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ അവൻ്റെ കൃഷിയെ പരിപാലിക്കുന്നത്. I'm not sure how many of you are familiar with the farming background, but I myself am. And there is a lot of care that takes place between every seed that is seeded, every plant that is watered, and how it is grown. So there's a lot of importance behind everything. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും തനിയെ വളർന്ന് ഇവിടെ വരെ വന്നതല്ല. ദൈവം നട്ടവരാണ് നമ്മളൊക്കെ, ദൈവം പരിപാലിക്കുന്നവരാണ് നമ്മളൊക്കെ, ദൈവത്താൽ വളർത്തപ്പെടുന്നവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ആ ഉറപ്പ് ഉള്ള ദൈവമക്കൾ മാത്രം കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. And we should have the confidence that we are not plants which have grown all by ourselves, but we have been planted by God. We have been grown and taken care of by God, and we are able to stand here today confidently because of our God. ഞാൻ ഈ വിളകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വിളകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പലവിധ വിളവുകളെക്കുറിച്ച് അല്ലെങ്കിൽ പലവിധ കൃഷിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വിളവ്. Yield. Oh yeah, there's different types of yields that are mentioned, and that's mentioned. Praise the Lord. അപ്പോൾ നോക്കി, ചിലതിനെ നമ്മൾ പറയുന്നത് പടുവിള എന്നാണ്. പടുവിള എന്ന് പറഞ്ഞാൽ തന്നെ കിളുത്ത് വരുന്നതിനെയാണ് പടുവിള എന്ന് പറയുന്നത്. And some yields are referred to as those that grow by themselves. ഇപ്പോൾ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ കാർ പാർക്കിൻ്റെ അവിടെയൊക്കെ ഈ ചെറുതണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആരും നട്ടതൊന്നുമല്ല, ആരും കൊണ്ടൊന്നും വിത്തിട്ടതുമല്ല, അത് തന്നെ കിളുത്തതാണ്. And if you look outside, you see stinging nettles which grow all by themselves. They're not. അതിനെന്ന് പറയുന്നത് വീട് അല്ലേ? മലയാളത്തിലെ വീടല്ല, ഇംഗ്ലീഷിൽ അതിന് വീടെന്നാണ് പറയുന്നത്. Yeah, it's referred to as weed or specifically stinging nettles. എന്ന് പറഞ്ഞാൽ അത് ആരും കൃഷി ചെയ്യുന്നതല്ല, ആരും കൊണ്ടുപോയി വിത്തിടുന്നതല്ല, ആരും കൊണ്ടുപോയി നിലം കിളച്ച് ഒരുക്കിയതല്ല, ആരും അതിന് വളമിട്ടില്ല, ആരും അതിന് വെള്ളം കോരിയില്ല. തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിങ്ങനെ കിളുത്തു വന്നതാണ്. And these plants are not grown by anyone, planted by anyone. They grow due to their environment, and they're able to survive that way. അതിന് പ്രത്യേകിച്ച് ആരും ഒരു പരിചരണം ഒന്നും ചെയ്തില്ല, അത് തന്നെ കിളുത്തു വന്നു. And there was no influence from anyone else. They just grew by themselves. അതിനെ മലയാളത്തിൽ വിളിക്കുന്നത് പടുവിള എന്നാണ്. ഇംഗ്ലീഷിൽ അതിനെ എന്നെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും അതിനെ ആണ് നമ്മൾ പടുവിള എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരും കൃഷി ചെയ്തൊന്നുമല്ല, ഒരു പ്രയോജനമില്ല, തന്നെ കിളുത്തു വരുന്നതാണ്. അത് പറിച്ചു കളയാനൊക്കെ നമ്മൾ ഒരുപാട് ബന്ധപ്പെടാറുണ്ട്. And these are what we refer to as weed, and they grow by themselves, and we struggle a lot to try and remove them from our area. ഇനി അടുത്തത് ഇടവിള എന്ന് പറയും. കൃഷിക്കാർക്കൊക്കെ അറിയാം ഇടവിള. ഈ റബ്ബറിന്റെയും കവുങ്ങിന്റെയും തെങ്ങിന്റെയും ഒക്കെ ഇടയിലായിട്ട് ഇടവിളയായിട്ട് ചെയ്യുന്ന സാധനമുണ്ട്. And you have the plants which grow in between the trees or in between the നമുക്കറിയാം. ഈ റബ്ബറൊക്കെ ആണെങ്കിൽ 10-25 വർഷത്തേക്കൊക്കെയാണ് അത് പ്ലാന്റ് ചെയ്യുന്നത്. തെങ്ങൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കവുങ്ങാണെങ്കിലും അങ്ങനെയാണ്, വർഷങ്ങളോളം നിൽക്കുന്ന വിളയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇടവിളയായിട്ട് ചീരയും വാഴയും കപ്പയും ഒക്കെ നടാറുണ്ട്. അത് വർഷങ്ങളോളം നിൽക്കത്തില്ല, 6-7 മാസം കൊണ്ട് അതിന്റെ ഫലം എടുക്കും. And when we look at like major trees like rubber trees or oak trees, they take years upon years to grow. But you see the lower plants and lower vegetables that grow in between them, and that is what we refer to. അങ്ങനെയല്ലേ ബീച്ച അല്ലേ? ഇടവിള എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? വർഷങ്ങളോളം ഒന്നും നിൽക്കത്തില്ല. കാരണം ഒന്ന് റബ്ബറിനൊരു തണല് അല്ലെങ്കിൽ കവുങ്ങിനൊരു തണല്, പിന്നെ പ്രത്യേകിച്ച് അതിന് പരിചരണം ഒന്നും കൊടുക്കണ്ട. റബ്ബറിന് ഇടുമ്പോൾ അതും വളം വലിച്ചോളും, അത് നനയ്ക്കുമ്പോൾ ഇത് നനഞ്ഞോളും. അപ്പോൾ അതിനെ ഇടവിളയെന്നാണ് വിളിക്കുന്നത്. And these plants, they don't require any special treatment. They get the shade from the trees, the water that. അത് അനേക നാളുകൾ നിൽക്കത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 6-7 മാസം കൊണ്ട് അതിന്റെ പരിപാടി കഴിയും. And within 6 to 7 months, they are fully grown. പക്ഷേ അതിനേക്കാളൊക്കെ വ്യത്യസ്തമാണ്
അത് ദൈവത്തിന്റെ നടുതല എന്ന് പറയുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ കൃഷി എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. And the ones that is truly planted by God, they are unique and they're special for us. അതാണ് നടുവിള. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. And those are the ones which are planted or the planted അപ്പൊ tree. നോക്കിയേ, ഒന്നാമത്തേത് പടുവിളയാണ്. ആരും കൃഷി ചെയ്തതല്ല, തന്നെ വളർന്നു വന്നതാണ്. So the first one is the weed and the one that grows without any influence. രണ്ടാമത്തേത് ഇടവിളയാണ്. അത് കുറച്ചു നാളത്തേന് വേണ്ടി മാത്രം ചെയ്തതാണ്. അത് ശാശ്വതമായിട്ട് നിൽക്കുകയില്ല. And then there's the plants which grow in between, which don't last very long, only last for a few months. അതെ, മൂന്നാമത്തേതാണ് ദൈവത്തിന്റെ നടുവിള അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം നടുവിള. അത് ചുമ്മാ വീണ് കിളുത്തതല്ല, കുറച്ചു നാൾക്ക് വേണ്ടി നിൽക്കാനുമുള്ളതല്ല. അത് കുറെ കാലത്തേക്ക് കർഷകന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം വിളവ് തരേണ്ടതിനായിട്ട് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് നട്ടു വളർത്തിക്കൊണ്ടുവന്ന അവന്റെ നടുവിളയാണത്. But the ones that are planted by God is not about an accident, it is not by chance, but it is ഞാൻ എന്തിനാ ഇത് chosen and പറഞ്ഞത്? selected by God. കൃഷിയെ കുറിച്ച് പറയാനായിട്ടല്ല, ഇതിൽ നിന്ന് ഒരു ദൂത് ദൈവമക്കളോട് പറയാനാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആരും ചുമ്മാ വീണ് കിളുത്തതല്ല, ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്നു കയറിയതല്ല. നമ്മൾ പടുവിളകളല്ല. ചില നാളുകൾക്ക് വേണ്ടി 1 വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രം ഫലം കായ്ക്കാൻ വേണ്ടിയുള്ള അതെ ഇടവിളയുമല്ല. ശാശ്വതമായി ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം അതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ദൈവം കൊണ്ടുവന്ന് എന്നെയും നിങ്ങളെയും ദൈവസഭയാകുന്ന ഈ ഫീൽഡിനകത്ത് എന്നെയും നിങ്ങളെയും ദൈവം നട്ടുവെച്ചിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ നടുവിളകളാണ്. And with this example, I share with you a prophecy that you are not here planted by chance, planted by accident, planted to just stay for a few months, but you have been planted with a purpose to bear the right fruits, and you have been taken care of by the one true God. പ്രിയമുള്ളവരെ, നടുവിള എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അതിന് പുറകിൽ മുതൽ മുടക്കുണ്ട്, അധ്വാനമുണ്ട്, ഒത്തിരി കരുതൽ അതിന് പുറകിൽ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും നടുവിളകളാണെങ്കിൽ നമുക്ക് വേണ്ടി മുതൽ മുടക്കിയവനുണ്ട്, നമ്മുടെ പുറകിൽ നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരുവനുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ഇന്ന് പകൽ അത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. Amen. And if you truly believe that you are one which you have been planted, then give thanks to God for taking his time to plant you, to seed you, to take care of you, to water you, to give you purpose. Give thanks to the Lord for helping us to be that chosen plant that was seeded. ഒരു പക്ഷേ വലിയ അതേ ചർച്ചുകൾ എന്നൊക്കെ പറയുന്ന വലിയ കൂടിവരവ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നാമധേയമായ വലിയ സംഘങ്ങളുടെയൊക്കെ നടുവിൽ കുറച്ച് പേര് കൂടുന്ന ചെറിയ കൂടിവരവുകളായിരിക്കാം. അത് ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കുന്ന ദൈവജനം. അതുകൊണ്ട് ഈ വലിയ ആളുകളുടെ ഇടയിൽ, പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഇടയിൽ ചെറിയ ഇടവേളകളായിട്ട് ദൈവം എന്നെ കണ്ടിരിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇല്ല, കർത്താവ് വരുവോളം അവൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് തങ്കിലെ ചോര മറുവിലയായി തന്ന് അവൻ അത് മുതൽ മുടക്കി നട്ട അവന്റെ നടുവിളകളാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ദൈവം നമ്മളെ നട്ടതാണ്. ഹല്ലേലൂയ. And in our day-to-day life, we see so many great, powerful men of God. Do not believe that you are someone who is meant to grow in between them, survive for a few days, but God has given everyone a purpose, everyone an ability to grow to great things. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവമാണ് എന്നെയും നിങ്ങളെയും നട്ടതെങ്കിൽ ഒരു കൃഷിക്കാരൻ അവന്റെ തോട്ടത്തിൽ ഒരു ചെടിയെയും വെറുതെ നടത്തില്ല. And if God has truly planted us, you should remember, no farmer will leave any of his plants alone. He will not ignore anything. കൃഷിക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയേ, ഏതൊരു സാധനമാണെങ്കിലും അവൻ കൊണ്ട് നടന്നതിന് പുറകിൽ അവൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അതിൽ നിന്ന് അവനൊരു ഫലമുണ്ടാകണം. And if you ask any farmer, whatever he's planted, he wants to obtain a blessing out of it. That's his main purpose. Praise the Lord. Hallelujah. ഫലം കിട്ടിയില്ലെങ്കിൽ മുറിച്ച് കളഞ്ഞിട്ട് അതിനേക്കാൾ ഫലമുള്ളതിനെ വിലയുള്ളതിനെ അവൻ നടും. And if there's no blessing, if there's no prosper from it, then he will put it away and seed a new one. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ പണ്ട് റബ്ബർ ഉണ്ടായിരുന്നു. റബ്ബറിന് വില കുറഞ്ഞപ്പോൾ എല്ലാം മുറിച്ച് കളഞ്ഞിട്ട് കവുങ്ങ് നട്ടു. അന്നേരം കവുങ്ങ് എല്ലാവരും നട്ടു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കവുങ്ങിന് അടയ്ക്കായ്ക്ക് വില കുറഞ്ഞപ്പോൾ അടയ്ക്ക മുറിച്ച് കളഞ്ഞിട്ട് വീണ്ടും റബ്ബർ നട്ടു. എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഫലം ആഗ്രഹിക്കുന്നു. അത് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഫലം അവന് ലഭിച്ചില്ലെങ്കിൽ അതിനെ നീക്കം ചെയ്യും, അടുത്തതിനെ അവൻ നടും. And we see on a day-to-day basis when something is not prosperous, if it's not profitable, new trees are planted over and over again. Whatever gives profit is what is matters. അങ്ങനെയാണെങ്കിൽ മുതൽ മുടക്കി എന്നെയും നിങ്ങളെയും ദൈവസഭയാകുന്ന തോട്ടത്തിനുള്ളിൽ അത് ദൈവം നമ്മളെ നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഭംഗിക്ക് വേണ്ടിയല്ല നട്ടിരിക്കുന്നത്, ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. അവൻ ഫലം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുന്ന ഫലം ഈ 2025 പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ നീക്കിക്കളയും. ഹല്ലേലൂയ.
ഒരു അതേ പാസ്റ്റർ എന്നോ അല്ലെങ്കിൽ വർഷിപ്പ് ലീഡർ എന്നോ സെക്രട്ടറി എന്നോ ട്രഷറർ എന്നോ ഒന്നും ഒരു നോട്ടവും ദൈവത്തിനില്ല. ഫലം തരുന്നില്ലെങ്കിൽ അവസരങ്ങൾ തന്നു നോക്കും, വീണ്ടും ഫലം കായ്ക്കുന്നില്ലെങ്കിൽ നീക്കിക്കളയും. ഫലം അതേ തരുന്നതിനെ അകത്തു കൊണ്ടുവന്നവൻ നടും. ഹല്ലേലൂയ. Amen. And that same idea applies to every single person in this church. You have all been planted with the hope of giving prosperity, giving out Praise the blessings. Lord. If you are not able to give these things, God will put you away. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഞാൻ പാസ്റ്ററല്ലേ, ഇത്രയും വർഷം പ്രസംഗിച്ച ആളല്ലേ, അതുകൊണ്ടൊരു ദൈവം ഒരു പരിഗണനയൊക്കെ തരുമായിരിക്കും. നോ, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. And even if I'm the pastor who have been here for years upon years, there is no excuses for me unless I am prospering and giving the right blessings. നമ്മൾ മോശയെ കുറിച്ചൊക്കെ സങ്കീർത്തനത്തിൽ കേട്ടു. മോശയല്ലേ ഇത്രയും ജനത്തെ നടത്തിയ ആളല്ലേ, അത് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാഞ്ഞിട്ട് പോലും ദൈവത്തിൻ്റെ അത് വിളി കേട്ടപ്പോൾ ദൈവനിയോഗത്തിന് വേണ്ടി നിന്ന മനുഷ്യനല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമല്ലേ, പാറയോടൊന്ന് പറയാൻ പറഞ്ഞപ്പോൾ അടിച്ചതല്ലേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് ദൈവം വിചാരിച്ചില്ല. കൽപ്പലക ദേഷ്യം കൊണ്ട് എറിഞ്ഞു കളഞ്ഞു അല്ലേ എന്നോർത്ത് ദൈവം വിചാരിച്ചില്ല. ദൈവം ഒരു വര വരച്ചു, ഇതിനപ്പുറത്തേക്ക് നീ കടക്കത്തില്ല, വാഗ്ദത്ത കനാനിൽ നീ കാണത്തില്ല, വാഗ്ദത്ത കനാനിൽ നീ കേറത്തില്ല, ഈ മലയുടെ മുകളിൽ നിന്ന് വേണമെങ്കിൽ വാഗ്ദത്ത ദേശം കണ്ടോണം. മോശയല്ലേ, കുഴപ്പമില്ലെന്ന് ദൈവം വിചാരിച്ചില്ലെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, എന്റെ ദൈവത്തിന് മുഖാക്ഷമില്ല. പാസ്റ്റർ എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല, ആരാണെങ്കിലും ദൈവത്തിന് വിഷയമല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീക്കിക്കളയുമെന്നുള്ളത് അച്ചട്ടായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ ദൈവസഭയാം തോട്ടത്തിൽ അവൻ നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. Amen. And we see this throughout the Bible. We see the life of Moses. Despite how powerful he was, despite how many people he brought, despite all the challenges he overcame, the moment he disobeyed God, when instead of speaking to the rock, he struck the rock, God drew a line there and says, you're not listening to me, you're not prospering the way I expect you to. This is the furthest you will go. And that is the same for everyone who is here. You have a potential, you have a purpose. If you're not able to fulfill it, God will move you out of the way. മോശയുടെ കാര്യം മാത്രമല്ല, ദാവീദിന്റെ കാര്യം എടുത്തേ. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മനുഷ്യനാണ് ദാവീദ്. ഗായക സംഗീതത്തിൻ്റെ മുൻപിലുള്ളവനാണ്. പ്രൈസ് ലോർഡ്. എത്രയെത്ര സങ്കീർത്തനങ്ങൾ, മനോഹരമായ സങ്കീർത്തനങ്ങൾ. പക്ഷേ ദൈവഹിതമല്ലാത്തത് ചെയ്താൽ നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് മാറുകയില്ലെന്ന് ദൈവമാണ് ദാവീദിനോട് പറഞ്ഞതെങ്കിൽ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് ഇന്ന് പകൽ നാം പഠിക്കണം. ഹല്ലേലൂയ. എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും 2025 ദൈവസഭയാം തോട്ടത്തിൽ നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നന്മകളും ജോലിയും സൗകര്യങ്ങളും മറ്റെല്ലാം തന്ന് നമ്മളെ ഓരോ ദിവസവും പരിപാലിക്കുന്നുണ്ടെങ്കിൽ, തോട്ടക്കാരന് നട്ടവന് ഒരു ഉദ്ദേശമുണ്ട്, അവൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കണം. ഇന്ന് പകൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്വയം ഒന്ന് ശോധന ചെയ്യാം. Amen. And if you look at the life of David, he has a truly powerful psalmist. He sang so many songs, but the moment he fell into sin, he said the sword will not move away from your family. And once again, it is applied to every single person in this life. You have so many blessings in your life. It's not simply for you to enjoy, but to use it and to use it to fulfill your purpose in the Lord. And if you're not able to, God will cut you off, or God will move you out of the way. Praise the Lord. ഞാൻ ആ ഭാഗം വിടുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. ദൈവത്തിൻ്റെ നടുവിളകളാണ് നമ്മളെങ്കിൽ, ദൈവം എവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ കൃഷിയെ നട്ടിരിക്കുന്നതെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. Now I explain to you, if we are ones who have been seeded and planted by God, where are we actually seeded? എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എവിടെയൊക്കെയാണ് കൃഷിയുള്ളത്. And where are the farms or the seeds? യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച്. Isaiah 5 verses 1. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അതെവിടെയാണ്? കുന്നിനു മുകളിൽ. And we see that there is a the well-beloved has a vineyard on a very fruitful hill. കുന്നിന്റെ മുകളിൽ On a hill. ഒരു മലമുകളിൽ, on top of a mountain, on top of a hill. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, എൻ്റെ പ്രിയതമന് കുന്നിനു മുകളിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്നാണ്. And it says this well-beloved of mine has a vineyard on top of a fruitful hill. ദൈവത്തിന്റെ നടുതലകളെ, ദൈവത്തിന്റെ കൃഷിയെ എവിടെ വേണമെങ്കിലും ദൈവം ആക്കി വെക്കും. ദൈവത്തിന് സാഹചര്യമോ സ്ഥലമോ ഒരു വിഷയമല്ല. And if God has a vineyard or a farm, he will put it wherever he wants. It's not dictated by the environment or situation. ചിലതിനെ ദൈവം നട്ടുവെച്ചിരിക്കുന്ന ആറ്റരികിലാണ്. And some will be at the bottom of a lake, for example. എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഒരു പ്രശ്നവുമില്ല, ആറ്റരികിൽ നിൽക്കുന്ന തൈകളെ And that'll be a place നടുതലകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. And there's a
it's a place where there's a lot of water and a lot of source, and we see that loads of different എന്നാൽ plants planted എല്ലാം there. ആറ്റരികിലാണെന്ന് വിചാരിക്കരുത്. ചിലതിനെ കുറിച്ച് നമ്മൾ ഉത്തമഗീതത്തിൽ വായിക്കുന്നത് മുള്ളുകൾക്കിടയിലാണ് താമര നിൽക്കുന്നത്, ചിലത് മുള്ളുകൾക്കിടയിലാണ്. എന്റെ ജീവിതത്തിൽ എന്തിനാ ദൈവമേ ഈ മുള്ള് എപ്പോഴും അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മുന്നോട്ടാഞ്ഞാലും ഒരു ചെറിയ കാറ്റടിച്ചാലും ഒന്ന് അനങ്ങിയ മുള്ളു കൊള്ളുന്ന അനുഭവം എനിക്കെന്തിനാണെന്ന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. മുള്ളിന് നടുവിലാണ് ചിലതിനെ നട്ടിരിക്കുന്നത്. And not all plants are planted in these places of lakes. It says some are planted within the roots and among the spikes, and we many times we complain to God, even when I slightly move, I'm hurt, and God will say, I can plant you. ഇവിടെ നമ്മൾ വായിക്കുന്നത് മുള്ളിന് നടുവിലുമല്ല, ആറ്റരികിലുമല്ല, കുന്നിന് മുകളിലാണ് നട്ടിരിക്കുന്നത്. And here it says not by the lake or not in the spikes, but on a fruitful hill or on top of a hill. Praise the Lord. Hallelujah. ഞാൻ നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം പറയുന്നത്. ചിലത് ആറ്റരികിലാണ് നിൽക്കുന്നത്, ചിലത് മുള്ളിന് നടുവിലാണ് നിൽക്കുന്നത്, ചിലർ കുന്നിന് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷെ സ്ഥലമോ സാഹചര്യമോ വിഷയമേ അല്ല കേട്ടോ പ്രിയമുള്ളവരെ. നട്ടതാരാണെന്നുള്ളതാണ് വിഷയം. നട്ടത് ദൈവമാണെങ്കിൽ നീ മുള്ളിന് നടുവിലാണെങ്കിലും പാറപ്പുറത്താണെങ്കിലും നീ അതേ താഴ്വരയിലാണെങ്കിലും കുന്നിന്മേളിൽ ഏറ്റവും ചൂടടിക്കുന്ന സ്ഥലത്താണെങ്കിലും നട്ടത് ദൈവമാണെങ്കിൽ വളരുമാറാക്കുവാൻ അവന് കഴിയും. ഹല്ലേലൂയ. Amen. And I'm saying this to help you understand that you can be planted anywhere. It can be at the pits of anywhere, on the lake, in the mountains, wherever. But the importance is the one who planted you, the one who can help you grow no matter where you are. ഞാൻ ഉറപ്പ് പറയാം, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ സാഹചര്യം ഓർത്ത് ഭാരപ്പെടണ്ട കേട്ടോ, സ്ഥലം ഓർത്ത് ഭാരപ്പെടണ്ട കേട്ടോ. ഏത് സാഹചര്യത്തിലാണ് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതെങ്കിലും അതോർത്ത് ഭാരപ്പെടുകയേ വേണ്ട. നട്ടത് എന്റെ ദൈവമാണെങ്കിൽ, എന്നെ നട്ടത് ദൈവമാണെങ്കിൽ ഏത് സാഹചര്യത്തിലും അവൻ എന്നെ വളരുമാറാക്കാൻ, എന്നെ വളർത്താൻ കഴിയുന്നവനാണ് എന്നെ നട്ടിരിക്കുന്നത്. Amen. And I prophesy to you, every single person, regardless of what situation you're in, regardless of what problems, what environment that you're put in, understand that God has planted you there, and God will allow you to grow and prosper in wherever you have been planted. കർത്താവേ, അവർക്ക് എൻ്റെ അത്രയും പ്രശ്നമൊന്നും ഇല്ലല്ലോ, അവർ നല്ല ആറ്റരികിലാണല്ലോ, തഴച്ചു വളരുവാണല്ലോ, അവർക്ക് വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അവർക്കൊരു കുഴപ്പമില്ലല്ലോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ദൈവത്തോട് ചോദ്യം ചോദിക്കുകയും വേണ്ട. ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, എന്നെ എവിടെയാണ് നട്ടതെങ്കിൽ നട്ടതെന്റെ ദൈവമാണോ? ആ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ദൈവം നട്ടതിനെ ദൈവം വളർത്താൻ മതിയായവനാണ്. Many times we may look around and see the people who are prospering and saying they have been planted in the lakes, but God is saying, the writer is saying, be confident not where you are planted, but be confident God will allow you to prosper in that place. ഞാൻ പറയാം പ്രിയമുള്ളവരെ, എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസ വീരന്മാരുടെ വീര്യപ്രവൃത്തികളെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. എടുക്കണ്ട. Praise the Lord. And when we come to the book of Hebrews verse 11, we see the great works of faith of many powerful men of God. അവിടെ നമ്മൾ വായിക്കുന്നത് അവര് വിശ്വാസത്താൽ ആ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ അതേ ജീവനുള്ളതുപോലെ തിരിച്ചു കിട്ടി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വായിക്കുന്നുണ്ട്. We see the great miracles that they did of surviving the fire, shutting the mouth of the lion, bringing back the dead, all of these different things. We see the many great works of faith. എന്ന് പറഞ്ഞാൽ ചിലര് അവർ പ്രതികൂലത്തിലായപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തീയുടെ ബലത്തെ കെടുത്തി കളഞ്ഞു. And very simply, despite going through many situations, by faith they were able to overcome them. ചിലർ സിംഹക്കുഴിയിലായപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സിംഹങ്ങളുടെ വായടച്ചവരെ വിടുവിച്ചു. Despite many people being stuck in the lions' den, they prayed and the lions' mouths were shut. ചിലർ മരിച്ചു പോയപ്പോൾ ആ സഹോദരിമാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ ജീവനോടെ തിരിച്ചു കൊടുത്തു. And many people who passed away, when the brothers prayed, the lives were given back to them. എന്നാൽ അവിടെ കൊണ്ട് ആ ചാപ്റ്റർ തീരുന്നില്ല. അടുത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ ചിലരെ കുറിച്ച് പറയുന്നത് അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു. But for some people it says they were not able to fulfill their works of faith, and they instead died. എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലര് പ്രാർത്ഥിച്ചപ്പോൾ സിംഹംകുഴിയിൽ നിന്ന് ദൈവം വിടുവിച്ചു, തീയിൽ നിന്ന് ദൈവം വിടുവിച്ചു, പ്രതികൂലത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. പക്ഷേ ചിലര് പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂലം ദൈവം മാറ്റിക്കൊടുത്തില്ല. അവർ വിളക്ക് തൂങ്ങുന്ന പോലെ നിന്ന് കത്തി സിംഹങ്ങളോട് മൃഗയുദ്ധം ചെയ്തു. അതെ കഴുത്തേൽപ്പിച്ചു കൊടുത്തു വെട്ടാനായിട്ട്. അതെ കാലുകളെ വലിയ മരത്തിന്റെ കൊമ്പുകളിലേക്ക് ചേർത്ത് കെട്ടിയിട്ട് മരം അതെ വിട്ടപ്പോൾ അവർ 2 കഷ്ണമായി ചീന്തിപ്പോയി. ദൈവം അവരെ വിടുവിച്ചില്ല. ദൈവം മുഖപക്ഷമുള്ളവനായതുകൊണ്ടല്ല. കാരണം എന്താണെന്ന് അറിയാമോ? സാഹചര്യം ഏതാണെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ചിലർക്ക് പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിക്കാണും, ചിലർക്ക് വിടുതൽ കിട്ടിക്കാണും, ചിലർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു കാണും. പക്ഷെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലും എന്നെ
നട്ടത് ദൈവമാണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ സാഹചര്യം എനിക്കൊരു വിഷയമല്ല. അവൻ നട്ടെടുത്ത് അവൻ എന്നെ വളരുമാറാക്കുന്നവനാണ്. ഹല്ലേലൂയ. Amen. And we see people who have been prayed and their prayers were answered, but people who prayed and there wasn't answered, and then to go through situations, but despite that, they can have confidence that God has planted me here, and therefore, regardless of what I go through, whether my prayers are answered or not, I'm confident that God will continue to help me to grow and prosper. അങ്ങനെയല്ലേ? ചിലർക്ക് ജോലിയിൽ ഒരു പ്രശ്നവുമില്ല, നല്ല മാനേജർ ചോദിക്കുമ്പോൾ അവധി കൊടുക്കും. പ്രൊഫസറോ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, നീ സിക്കാണെന്ന് തോന്നുന്നല്ലോ, നിനക്ക് ഇച്ചിരി അതേ ക്ഷീണമുണ്ടെന്ന് തോന്നുന്നല്ലോ, നീ വീട്ടിൽ പൊക്കോന്ന് പറയും. പ്രൊഫസറോ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷേ ചിലർക്കാണെങ്കിൽ വാസ്തവത്തിൽ സിക്കാണെങ്കിലും നിന്നെ കണ്ട ഒരു പ്രശ്നമില്ല, മര്യാദയ്ക്ക് പണിയെടുക്കണമെന്ന് പറയും. അപ്പം നമുക്ക് തോന്നും, കർത്താവേ അവൻ സേവിക്കുന്ന ദൈവത്തെ തന്നെയല്ലേ ഞാൻ സേവിക്കുന്നത്, എത്ര പരമാർത്ഥമായിട്ടാണ്. പക്ഷേ ഞാൻ ദൈവമക്കളോട് പറയാം, എന്നെ നട്ടത് ദൈവമാണെങ്കിൽ എൻ്റെ സാഹചര്യം എനിക്ക് വിഷയമല്ല. ഹല്ലേലൂയ. ഏത് സാഹചര്യമാണെങ്കിലും ഏത് സ്ഥലമാണെങ്കിലും എന്നെ നട്ടതെൻ്റെ ദൈവമാണെങ്കിൽ അവൻ എന്നെ വളരുമാറാക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ഉറപ്പാണ് വേണ്ടത്. ദൈവമാണോ എന്നെ നട്ടതെന്നുള്ളതാണ് ഉറപ്പ്. അതാണ് പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ. When we compare with the many believers who follow the same God, we see a lot of freedom and a lot of blessings in their workplace, and we compare it to ourselves and we ask why. But we instead have to have the confidence that we have both been planted by God and we'll both prosper because God is the one who will take care of us. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് സാഹചര്യം ഓർത്തൊന്നും ഭാരപ്പെടണ്ട. നട്ടത് ദൈവമാണെങ്കിൽ ഏത് സാഹചര്യത്തിലും അവൻ എന്നെ വളരുമാറാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. So therefore, do not be worried by the situation you're put in, because you know the Lord is the one who planted you and he is the one who will allow you to prosper. ഹല്ലേലൂയ. ദൈവം എന്നെ നട്ടതെങ്കിൽ സാഹചര്യം ഒന്നും അനുകൂലമാണെന്ന് അത് ആകണമെന്നില്ല. ദൈവമാണ് നട്ടതെങ്കിൽ ദൈവം നട്ടതിനെ ദൈവം വളർത്തും. Amen. And if God is the one who has planted you, he will make sure that you're able to grow and prosper in your life. അല്ലേ? സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന പലരോടുമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ദൈവം നട്ടതെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? സാഹചര്യം ഒന്നും അനുകൂലമായി കാണുന്നില്ലെങ്കിലും, മഴയൊന്നുമില്ലെങ്കിലും, വെള്ളമൊന്നുമില്ലെങ്കിലും, കൊടും ചൂടാണെങ്കിലും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരഞ്ഞാൽ കുത്തുന്ന മുള്ളുകളാണെങ്കിലും, ദൈവം നട്ടതാണെങ്കിൽ നിങ്ങൾ തളരത്തില്ല, നിങ്ങൾ തകരത്തില്ല. ദൈവം നട്ടതാണെങ്കിൽ ഉണങ്ങി കരിഞ്ഞ് പറഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം നട്ടതിനെ ദൈവം വളർത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. And make sure you have the confidence that you have been planted by God. So regardless of the heat, regardless of the lack of water, regardless of the spikes, you're able to face those things and say, God has planted me here and God will allow me to grow and prosper. ഇന്ന് പകൽ ഉറപ്പിച്ചു പറയണം, എന്നെ എൻ്റെ ദൈവമാണ് നട്ടത്. ഒന്നും എന്നെ പറിച്ചു കളയത്തില്ല, ഒന്നും എന്നെ ഒതുക്കി കളയത്തില്ല, ഒന്നും എന്നെ തകർക്കത്തില്ല. കാരണം നടാൻ എൻ്റെ ദൈവത്തിൻ്റെ കരമാണ് എനിക്ക് മുൻപിൽ ചലിച്ച് എനിക്ക് പുറകിൽ ചലിച്ചതെങ്കിൽ ആ കരം എന്നെ വളർത്താൻ മതിയായ കരമാണ്. ഹല്ലേലൂയ. Amen. And also have the confidence that you will not be put aside, you will not be taken away, but God will take care of you, God will protect you, and God will allow you to prosper. Praise the Lord. മുന്നോട്ട് പോട്ടെ. ഒരു വാക്യം കൂടി വായിച്ച് സംഖ്യാപുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാൽ. Numbers chapter 24 verse 5 and 6. ആ ആ ആ ആ മതി. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവർ ജലാരികെ നിൽക്കുന്ന ചന്ദനമരങ്ങൾ പോലെ എന്നാണ്. And it's describing the Israelites, and it says like cedar beside the waters. Praise the Lord. ചന്ദനമരത്തിനാണ് പറയുന്നതല്ലേ? സാൻഡൽവുഡ്. ചന്ദനമരം. Once again, sandalwood or cedar trees. അപ്പോൾ ശ്രദ്ധിച്ച് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ ഞാൻ നിങ്ങളോട്. And I'm not going to waste my time giving you background to this. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഇസ്രായേൽ ജനം അത് പീഡയേറ്റ് അവർ 400 വർഷം അടിമകളായിട്ട് മിസ്രൈമിൽ കിടന്ന് അവർ പിടഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവം അവരെ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് അടിമനുഖത്തെ തകർത്ത് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. And we all know the situation. Israel, who was put under the slavery for 400 years, was delivered from the Egyptians. And അവർ ചെങ്കടൽ കടന്നു, അവര് മരുഭൂമിയിലൂടെ മന്ന കഴിച്ച് അവരും പാറയിലെ വെള്ളം കുടിച്ച് അവർ മുൻപോട്ട് യാത്ര ചെയ്യുകയാണ്. And they walked across the sea. They were able to obtain manna, and they were able to get water from the rocks. അപ്പോൾ അത് ബാരാക്ക് എന്ന് പറയുന്ന ഒരു മോവാബ്യ രാജാവ്, ആ രാജാവിന് ഈ ജനത്തെ കണ്ടിട്ട് അസൂയ തോന്നി. And we see Balak king seeing this nation becoming jealous of them. എന്തിനാണ് ബാരാക്കിന് ഇവരോട് അസൂയ? ഇവർ ബാരാക്കിന്റെ എന്തെങ്കിലും അതെ മോഷ്ടിച്ചെടുത്തോ എന്തെങ്കിലും അപഹരിച്ചോ? ഒന്നുമില്ല. And why were they jealous? Why was he jealous? Did the Israelites steal anything or take anything away from them? Of course they did not. ബാരാക്കിന്റെ ആ രാജ്യത്തിലൂടെ
രാജവീതിയിൽ കൂടെ മാത്രം അവർ പോകുകയാണ്, റോഡിൽ കൂടെ പോകുന്നവരാണ്, അല്ലാതെ അവിടുന്ന് ഒരു സാധനവും അവർ എടുക്കുന്നില്ല. But instead of taking anything, all they want to do is go through the city. അവർ ആർക്കും ഒരു ശല്യം ചെയ്യുന്നില്ല, അവർ ആ വഴിയിൽ കൂടെ മാത്രം കടന്നു പോകുന്നവരാണ്. They didn't want to bother anyone. They just wanted to walk through their road and through their city. പക്ഷെ അവരെ കണ്ടപ്പോൾ ഇവന് സഹിക്കാൻ പറ്റുന്നില്ല, ഇവരെ അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലെന്ന് അവൻ തീരുമാനിച്ചു. And when he sees this nation, he cannot tolerate it. He gets extremely angry and he wants to punish them. ശ്രദ്ധിച്ച്, അങ്ങനെ നോക്കുമ്പോ ഇവരെ യുദ്ധം ചെയ്തൊന്നും തകർക്കാൻ പറ്റത്തില്ലെന്ന് ബാരാക്കിന് അറിയാം. But Balak knew full well that they cannot നേരിട്ട് defeat them by ഇവരോട് war. മുട്ടി ഇവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ബാരാക്കിന് അറിയാം. Balak knows he cannot beat them face to face. അപ്പൊ അതുകൊണ്ട് ബാരാക്ക് ഒരു കാര്യം ചെയ്തു. ഇരുട്ടിന്റെ മറ പറ്റിച്ച് കൈക്കൂലിക്കാരനായ ഒരു പ്രവാചകനെ കൊണ്ടുവന്ന് ഇവരെ ശപിച്ചൊതുക്കാനായിട്ട് തീരുമാനിച്ചു. So instead he in the darkness takes a prophet Balaam to curse this nation. ഞാൻ എൻ്റെ വിഷയമല്ലെങ്കിൽ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. നമ്മളെ കാണുമ്പോൾ അസൂയപ്പെടുന്ന അസൂയയുടെ ശക്തികളൊക്കെ ചിലപ്പോൾ കണ്ടേക്കാം. ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയുന്നില്ലെങ്കിലും ഉള്ളിൽ അസൂയമായിട്ട് അത് പുറത്ത് ചിരിച്ചു കാണിച്ചുകൊണ്ട് അകത്ത് അസൂയപ്പെടുന്നവർ കണ്ടേക്കാം. അത് ദൈവജനത്തെ സഹിക്കാൻ പറ്റാത്ത ഒരു ആത്മാവാണ്, മോവാബിയ ആത്മാവാണത്. അതാണ് ഹാമാന്റെ ഉള്ളിലും പ്രവർത്തിച്ചത്, അതാണ് ഹിറ്റ്ലറിന്റെ ഉള്ളിലും പ്രവർത്തിച്ചത്. ദൈവജനത്തെ കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത മോവാബിയ ആത്മാവ് അന്നും ഇന്നും എല്ലാ കാലത്തും അത് വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ ഒന്നും ചെയ്യണ്ട, ആർക്കും ഒരു ദോഷവും ചെയ്യണ്ട, പക്ഷേ നമ്മളെ കണ്ടാൽ സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക്. Amen. And in our day-to-day life, we see this same thing happening. That so many people with this Moabite spirit or this jealous spirit sees us, regardless of us doing anything. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഇത് വായിച്ചോ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു സംഭവം. ഞാനും ജോൺസണും കൂടെ ഒരിക്കൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് കാർ പാർക്കൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല, നിങ്ങളൊക്കെ കൊണ്ടുവന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ എങ്ങും കാർ പാർക്കിലൊന്നും ഇടാറില്ല, ഞങ്ങൾ വല്ല വഴിയരികിലൊക്കെ ഇട്ടിട്ട് നടന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, നമ്മൾ വണ്ടി പോലും ഇടുന്നില്ല, പക്ഷേ എന്നാലും നമ്മളെക്കുറിച്ച് ഇങ്ങനെയാണ് സംസാരം. നമ്മളാണ് ഇവിടെയെല്ലാം കൊണ്ടുവന്ന് കാർ, നമ്മുടെ ആരുടെയും വണ്ടി ഇവിടെയൊന്നും എന്തില്ല, കിടക്കുന്നില്ല. അപ്പോൾ നോക്കി, ഇതൊക്കെ മോവാബി ആത്മാവാണ്. ഇത് മാത്രമല്ല, അങ്ങനെ പലതുമുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ശ്രദ്ധിച്ച്, മോവാബി ആത്മാവാണ് ദൈവജനത്തെ കണ്ടാൽ അസൂയപ്പെടുന്ന ആത്മാവ്. And regardless of what we may do, so many people become jealous and angry at us, regardless of അപ്പോൾ what we ഇവനറിയാൻ നേരിട്ട് ഇവരോട് മുട്ടി അവരെ തോൽപ്പിക്കാൻ do. പറ്റത്തില്ല. And once again, Balak knows that he cannot beat them face to face. അപ്പോൾ അതുകൊണ്ട് ഇരുട്ടിന്റെ മറ പറ്റി ബിലിയാം എന്ന് പറയുന്ന ഒരു കൈക്കൂലിക്കാരൻ പ്രവാചകനെ കൊണ്ടുവന്ന് കാശ് കൊടുത്ത് അവനെ കൊണ്ട് ശപിപ്പിച്ച് ഇവരെ ഇല്ലാതാക്കുക. അതാണ് അവന്റെ തീരുമാനം. So instead, in the shade of night, he pulls this prophet who he gives money to go curse and destroy the Israelites. അപ്പോൾ രാത്രിയിൽ ഇവനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് പാളയം ഇറങ്ങിക്കിടക്കുന്ന താഴ്വരയുടെ ചുറ്റുമുള്ള 4 മലയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് അവിടെ വലിയ യാഗങ്ങളൊക്കെ അർപ്പിച്ചിട്ട് അവിടെ നിന്നിട്ട് ഇസ്രായേലിനെ നോക്കിയിട്ട് ഈ മനുഷ്യൻ അത് ശപിക്കാനായിട്ട് അവന്റെ വാ തുറക്കുകയാണ്. And we know what happens when the Israelites are asleep. They get taken to the top of one of the 4 mountains surrounding and says, create an altar and prepare to curse them. ഇവന്റെ ഹൃദയത്തിൽ ഇവരെ കുറിച്ച് നല്ല ഉദ്ദേശമൊന്നുമല്ല. ഇവൻ വാ തുറന്നത് ഇവർക്ക് നന്മ പറയാൻ വേണ്ടിയല്ല, ഇവരെ തകർത്ത് നശിപ്പിച്ചില്ലാതെ ആക്കാനുള്ള, ഇവരെ ഉന്മൂലനം ചെയ്യാനുള്ള ആ വിചാരത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവന്റെ ഹൃദയം മുഴുവൻ ഇവരോടുള്ള വെറുപ്പാണ്, പകയാണ്. അതിനുവേണ്ടിയാണ് ബിലെയാം 4 കുന്നുകളുടെ മുകളിൽ നിന്ന് രാത്രിയിൽ പാളയമിറങ്ങി ഒന്നും അറിയാതെ അത് വിശ്രമിക്കുന്ന ഇസ്രായേൽ ജനത്തെ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കുന്നത്. And once again, to remind you, this is not to bless them or do any good to them, but it's to curse them because of the hatred that he has towards Israel. ഇതൊന്നും അറിയാതെ ഇസ്രായേൽ ജനം മുഴുവൻ കിടന്നുറങ്ങുകയാണ് രാത്രി. And without knowing this, the Israelites are simply sleeping. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ദൈവമക്കളോട് ഞാൻ ഉറപ്പ് പറയാം. നമ്മുടെ കണ്ണിന് കാണാത്ത, നമുക്കറിയാൻ പറ്റാത്ത, നമ്മൾ കാണാത്ത, നമുക്കെതിരെ ഉയരുന്ന അന്ധകാര ശക്തികൾ നമ്മൾ പോലും അറിയാതെ നമുക്കെതിരെ വരുമ്പോൾ അതിനെ തകർക്കുന്ന, നമ്മെ കാവൽ ചെയ്യുന്ന, ഉറങ്ങാതെ മയങ്ങാതെ നമ്മെ പരിപാലിക്കുന്ന ഒരു കരം നമുക്ക് പുറകിലുണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മെ തകർക്കാനും ഇല്ലായ്മ ചെയ്യാനും എത്രയെത്ര ഇരുട്ടിന്റെ ശക്തികൾ നമ്മൾ അറിയാതെ എഴുന്നേറ്റതാ. അതേ 2025 എബി പറഞ്ഞതുപോലെ 6-ാം മാസത്തിലും നമ്മൾ നിൽക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മളറിയാത്ത ഒരു അദൃശ്യ ശക്തി നമ്മെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. And in our own lives, in the dark, there'll be so many times in our life
but we don't know what's going on. We don't have control over what happens. But know that there is a Lord who is awake even at the night, even in the morning, even throughout the day, who will continue to keep you safe, continue to sustain you. And if you're here today on the 6th month of this year, it is because God has continued to keep you safe in every situation. 4 വശത്തെ കുന്നിന് മുകളിൽ നിന്ന് ഇവൻ നോക്കിയിട്ട് ശാപിക്കാൻ പറ്റുന്നില്ല. കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ അവർ രാത്രിയിലൊക്കെ അവർ പാളയം ഇറങ്ങിയിരിക്കുന്നത് 4 കുടിയുടെ കീഴിൽ വളരെ മനോഹരമായിട്ട് ഡീസൻ്റ് ഓർഡറായിട്ട് അവരിങ്ങനെ പാളയം ഇറങ്ങി കിടക്കുകയാണ്. അവരെ കണ്ടിട്ട് ഇവനെ കൊണ്ട് പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാഞ്ഞിട്ട് അവസാനം രാജാവിന് കൊടുത്ത റിപ്പോർട്ടാണ് നമ്മൾ വായിച്ചത്. And what we see is when all of this happens and the Israelites are sleeping and he's meant to go give this curse and he's not able to, we see the report that comes back to the king after this. രാജാവിനോട് പറയുകയാണ്, രാജാവേ അങ്ങ് എന്ത് വിചാരിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം. ഇവർ മരുഭൂമിയിൽ 4 കമ്പ് നാട്ടിയിട്ട് തോരും അതേ തുണിക്കഷ്ണങ്ങളും ഒക്കെ തുന്നിച്ചേർത്ത് കൂടാരത്തിൽ കാറ്റിലാടുന്ന ടെന്റിനകത്താണ് ഇവർ വസിക്കുന്നതെങ്കിലും ഇവർ സാധാരണക്കാരല്ല. അതേ വെറും ടെന്റിൽ കിടക്കുന്ന ആളുകളാണെന്ന് അതേ വിചാരിച്ച് അവരെ നീ കാണരുത്. കാറ്റിലാടുന്നതായിരിക്കും അവരുടെ കൂടാരം, അവരുടെ കൂടാരത്തിന്റെ കുറ്റി മരുഭൂമിയിൽ പറഞ്ഞു പോകുന്നതായിരിക്കും. പക്ഷേ അവരുടെ പുറകിൽ നിൽക്കുന്ന ഒരു ശക്തി, അവരെ കരം പിടിച്ചിരിക്കുന്ന ഒരുവന്റെ കരമുണ്ട്. അത് ബലമുള്ള കരമാണ്. ഹല്ലേലൂയ. Amen. And what Balaam says is, yes, they live in these weak tents which are grounded in simple desert sand. Yes, they're held in by these 4 pieces of wood, but know that the God that has put them there is a much stronger God than how they may look, and we are not able to destroy them. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, രാജാവേ ഇവര് ചുമ്മാ ഇങ്ങനെ പടുമുളയായിട്ട് എങ്ങനെയോ മുളച്ചു പൊങ്ങി വളർന്നു വന്നതല്ല. ഇവരെ നട്ടവൻ ഒരുവൻ ഇവരുടെ പുറകിലുണ്ട്. മരുഭൂമിയിലും ഇവര് തളിർത്തു വളരത്തക്കവണ്ണം ഇവരെ നട്ട ഒരു കരം, അതേ ഒരു അത്യന്ത ശക്തി ഇവരുടെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ഇവർ പറഞ്ഞു പോകാത്തത്. And he is saying that these people are not simply those who have grown by chance, grown by luck, but they have been planted by a great God, and there is a great power behind these people. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്, ഞാൻ തനിയെ എങ്ങനെയോ വണ്ടി കയറി ഇവിടെ വന്നതല്ല. എൻ്റെ ദൈവം അതേ അവിടുന്ന് എന്നെ കൊണ്ടുവന്ന് ഈ ദേശത്ത് ഈ രാജ്യത്ത് എന്നെ നട്ടുവെച്ചിരിക്കുകയാണ്. അവൻ എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ചുമ്മാ പടുമുളയായിട്ട് മുളച്ചു വന്നതല്ല. Amen. And how many of us have the confidence that we are not here by chance, here in this land by chance, but we have been planted and we have been sustained and protected and grown by the almighty power that is our God. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ചുമ്മാ വന്നതല്ല. എന്നെ കൊണ്ടുവന്ന ഒരു കാര്യം ഇതിന് പുറകിലുണ്ട്. എന്നെ ഈ ദേശത്താക്കി വെച്ച ഒരു കാര്യം ഇതിന് പുറകിലുണ്ട്. എന്നെ ഈ സഭയിൽ കൊണ്ടുവന്ന് നട്ടുവെച്ച ഒരു കാര്യം ഇതിന് പുറകിലുണ്ട്. ഞാൻ പടുവിളയല്ല, ഞാൻ ദൈവത്തിന്റെ നടുവിളയാണ്. ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. And I pray that everyone has the confidence to say that I am not here by chance. I'm not here in this land by chance. I'm not here in this church by chance. But there is a hand that is leading me here, a land that has planted me, and a person that is helping me grow here. Praise the Lord. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. എത്രയെത്ര പ്രശ്നങ്ങൾ ദേശത്ത് നിന്ന്, കുടുംബത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, എത്രയെത്ര പ്രശ്നങ്ങൾ പിശാചിൽ നിന്ന്, എത്രയെത്ര പ്രശ്നങ്ങൾ അതേ പലയിടത്തു നിന്നും നമുക്ക് നേരെ ആഞ്ഞടിച്ചപ്പോൾ ഇന്നും ഞാൻ വേര് പറയാത്തത്, ഞാൻ പറഞ്ഞു പോകാത്തതിന്റെ കാരണം എന്നെ നട്ട കരം ഇതിന് പുറകിലുണ്ട്. അവൻ എന്നെ നട്ടത് കൊണ്ടാണ് ഇത്രയെല്ലാം പ്രശ്നങ്ങൾ എനിക്ക് നേരെ ആഞ്ഞടിച്ചിട്ടും ഞാൻ നിലനിന്നത്. എന്നെ നട്ട ഒരു കരമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. And throughout our life we face so many challenges, so many situations, so many struggles, so many pressures in our life, but it's not because of our own strength we are here today. It's because of a God that has sustained us. എനിക്ക് വന്ന പ്രശ്നത്തിന്റെ പകുതി പ്രശ്നം വന്നപ്പോൾ, ലോകത്തിൽ പലരും പറഞ്ഞു പോയപ്പോൾ, ഇല്ലാതെയായപ്പോൾ, നാമാവശേഷമായി പോയപ്പോൾ, ഇത്രയെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും, ഇത്രയെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ടും, ഇത്രയെല്ലാം രോഗങ്ങൾ വന്നിട്ടും, ഇത്രയെല്ലാം പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നിട്ടും ഞാൻ ഇന്നും പറഞ്ഞു പോകാത്തത്, എൻ്റെ കുടുംബം പറഞ്ഞു പോകാത്തത്, ഞാൻ നിൽക്കുന്നതിന്റെ കാരണം എന്നെ നട്ട ഒരു കരമുണ്ട്. ഞാൻ പടുവിളയല്ല, ഞാൻ ദൈവത്തിന്റെ നടുവിളയാണ്. ഹല്ലേലൂയ. There are so many people in this world who face half the challenges that we face, and they fall away and they break down, and we face so much more, not because we're stronger, but because of the God that has planted us and the God that continues to sustain and help us grow. എന്നെ നട്ടത് ദൈവത്തിന്റെ കരമാണ്. ഞാൻ അവന്റെ നടുവിളയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഞാൻ അവന്റെ നടുവിളയാണ്. Amen. Give praise to God, knowing the truth that we have been planted with purpose by the one true God. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ഒന്ന് മരുഭൂമിയിലും അവര്
അത് നീരുറവയ്ക്കരുകെ നിൽക്കുന്ന ചന്ദന മരം പോലെയാണെന്ന് ദൈവവചനം പറയുന്നത്. And once again, even in the desert place, they have been planted like the ഞാൻ sandalwood മുമ്പേ or the പറഞ്ഞല്ലോ, cedar tree. കുന്നിന് മുകളിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും നട്ടത് ദൈവമാണെങ്കിൽ വളർത്താൻ അവന് കഴിയും. Amen. And you can be planted on top of the hill or in the wilderness, but if God has put you there, He will help you grow. കുന്നിന് മുകളിലാണെങ്കിൽ നേരെ സൺലൈറ്റ് അടിക്കും, മുകളിൽ നിന്നുള്ള ശക്തമായ ചൂടാണ്. And if you are planted on top of the hill, you will receive direct sunlight and you'll be able to grow. മരുഭൂമിയിലാണെങ്കിൽ ചുട്ടുവട പഴുത്ത മണലാണ്, ഭയങ്കര ശക്തമായ ചൂടാണ്, വെള്ളം വളരെ വിരളമാണ്, ഒരു ചെടി വളരാൻ ഭയങ്കര പ്രയാസമാണ്. But if you are planted in the wilderness, it's very little water, it's extremely dry and it's very difficult to grow. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, എനിക്ക് നേരെ വരുന്ന പോരാട്ടം എത്ര വലുതാണെങ്കിലും, അതെ നമ്മൾ പറയത്തില്ലേ, അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ പോരാട്ടം ഉയർന്നാലും നട്ടത് ദൈവമാണെങ്കിൽ ഏത് പോരാട്ടത്തിനും നടുവിലും എന്നെ വളർത്താൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. Once again, I say confidently, regardless of how much challenges there may be on the outside, where you are planted in the inside, that way you are, regardless of what it is, if God has planted you there, you will truly prosper and grow. Praise the Lord. ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. 80-ാം സങ്കീർത്തനം 8-ാം വാക്യം ഒന്ന് വായിച്ച്. Psalms 80 verses 8. മതി ഇംഗ്ലീഷിലൊന്ന് വായിച്ച്. You have brought a vine out of Egypt. You have cast out the nations and planted it. You prepared a room for it. You caused it to take deep root. And it filled the land, and the hills were covered with its shadow. Praise the Lord. ഉറക്കം വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ എന്ന്? ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആരും ഉറങ്ങുന്നൊന്നും ഇല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, കണ്ടുവച്ചിട്ടുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് അവരെ പ്രത്യേകമായിട്ട് ഞാനൊന്ന് പ്രൈസ് ദി ലോർഡ് കാണുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ വായിക്കുന്നത്, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. Once again it says, you have bought a vine out of Egypt. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. And it says, you have cast out the nations and planted it. അപ്പോൾ നോക്കിക്കേ, പ്രൈസ് ദി ലോർഡ്, ഹിത്യർ, യെബൂസ്യർ, ഗിർഗശ്യർ, അതെ ഫിലിസ്ത്യർ, എങ്ങനെ ഏതാണ്ട് 8-9 കൂട്ടം ജാതികളാകുന്ന കല്ലുകൾ ഉണ്ടായിരുന്നിടത്താണ് ദൈവം മിസ്രൈമിൽ നിന്ന് ദൈവത്തിന്റെ നടുതലയായ ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിവള്ളിയെ കൊണ്ടുവന്ന് ദൈവം കനാലിൽ നട്ടത്. And in a place of Canaan where 8 different nations were there, God moved all them aside for that one vine Israel to grow. ഈ ദിവസങ്ങളിലെ സംഭവങ്ങളൊക്കെ ചേർത്ത് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം എൻ്റെ മുൻപിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചുമ്മാ പത്രം വായിച്ചവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. And without me telling you the current situation, current news, just from you guys reading, you know the situation. Praise the Lord. ഇസ്രായേലിനെ ദൈവം നട്ടതിനെ ഭൂമിയുടെ മുഖത്തു നിന്ന് ഞങ്ങൾ ആ നിശേഷം ഇല്ലാതെയാക്കി കളയുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച രാജ്യം, അതിൻ്റെ സ്ഥിതികൾ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ എല്ലാം ഈ ജിഹാദി ഫണ്ടഡ് ചാനലുകളായതുകൊണ്ട് അവരെ പൊക്കി പറയുന്നാൽ വാസ്തവം അങ്ങനെയൊന്നുമല്ല. ആ ഒരു വിറച്ചുപോയി. കാരണം ദൈവം നട്ടതിനെ നീക്കിക്കളയാൻ ദൈവം അനുവദിക്കാതെ ലോകത്തിൽ ഒരു കഴിക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. And despite how many challenges Israel are facing, regardless of how much people are saying they will get destroyed, because God has planted them there, they're still here today. 1967 ഈജിപ്റ്റ് പണ്ട് സിറിയയെയും ലെബനോനെയും യോർദാനെയും സൗദിയെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അന്ന് ഇത്രയും ഒന്നും ഇസ്രായേൽ സ്ട്രോങ് ആകാതിരുന്ന സമയത്ത് അവരെ ഭൂമിയിൽ നിന്ന് അതേ ദൈവം നട്ടതിനെ തുടച്ചു നീക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാ. ചരിത്രമൊക്കെ നമുക്കറിയാം. റഡാറിന്റെ കണ്ണുകളിൽ പോലും പെടാതെ അതേ ഇസ്രായേലിന്റെ ഫ്ലൈറ്റുകൾ പറന്നുയർന്നതും ഈജിപ്തിന്റെ അതേ യുദ്ധവിമാനങ്ങളെ തകർത്തതും അതേ ഇസ്രായേൽ ആ യുദ്ധത്തിൽ ജയിച്ചതുമൊക്കെ ചരിത്രം പറയാൻ എന്റെ മുൻപിൽ സമയമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, ഇന്നത്തെ പത്രത്തെക്കാൾ എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഇരിക്കുന്ന വചനം കൃത്യമാണ്. വചനത്തിൽ പറഞ്ഞ ഒരു വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ദൈവം നട്ടതിനെ ദൈവം അനക്കാതെ അനുവദിക്കാതെ ഒന്ന് മാറ്റിപ്പോലും നടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പുതിയ നിയമ ഇസ്രായേലിനോട് ഞാൻ ഉറപ്പ് പറയാം, എന്നെ എൻ്റെ ദൈവമാണ് നട്ടതെങ്കിൽ ഒരു ശക്തിക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, ദൈവം അനുവദിക്കാതെ. Amen. And if we continue to look at history, we see Israel continuing to win their battles, overcome the situation. And once again, even without the news, even if you look at the Bible, no word has been changed, no prophecy has been changed. If God has planted Israel of the past, God has planted this new generation of Israel, and none of us will be moved from where we have been placed. നിങ്ങൾ ഇന്ന് ഇസ്രായേലിന്റെ ഭൂപടം എടുത്ത് നോക്കണം. നമ്മുടെ എന്താ പറയുന്നത്, തിരുവനന്തപുരവും കൊല്ലവും
പത്തനംതിട്ട 3 ഡിസ്ട്രിക്ട് കൂടിയാൽ എത്രയുണ്ടോ അത്രയേ ഉള്ളൂ ഇസ്രായേൽ. And if we look at Israel, it's just a combination of a few districts in Kerala. പ്രൈസലോ അതിൻ്റെ ചുറ്റും കിടക്കുന്ന മുഴുവൻ അതേ അറബ് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളാണ്. അതിൻ്റെ നടുവിലും അവരുടെ പ്രൈസലോ അതേ റഡാറുകളോ അവർക്ക് ഒത്തിരി അതേ കഴിവുകളൊക്കെ ഉണ്ട്, അയൺ ഡോമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും പ്രൈസലോ ഞാൻ വിശ്വസിക്കുന്നത് അയൺ ഡോമിനേക്കാൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാത്തവൻ ഉറങ്ങാത്തവനാണ്. ഹല്ലേലൂയ. ദൈവം നട്ടതിനെ നീക്കിക്കളയാൻ ലോകത്തിലൊരു ശക്തിയും എത്രമാത്രം കച്ചകെട്ടി ഇറങ്ങിയാലും ഹല്ലേലൂയ കഴിയുകയില്ല. എൻ്റെ ദൈവം അനുവദിക്കാതെ തലയിലെ ഒരു മുടി പോലും കൊഴിയുകയില്ലെന്നാണ് വചനം പറയുന്നതെങ്കിൽ ഇന്ന് പകൽ ഉറപ്പ് പറയാൻ പ്രിയമുള്ളവരെ, ദൈവമാണ് എന്നെ നട്ടതെങ്കിൽ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. Amen. And despite how small Israel is, and despite them being surrounded by so many enemy countries, despite being surrounded by so many Muslim countries, despite them having so much attack, they have been guarded by the almighty defense that is the almighty God. And if God has planted you there, God will allow you to. അപ്പോൾ നോക്കി ബിലിയാം നോക്കിയപ്പോൾ ഇവർ ചന്ദനമരമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു അതിനെ നട്ടു. And Balaam refers to them as the great cedar tree that grew. But when we come to the book of Psalms, it says you are a vine that came out of Egypt. Praise the Lord. ആ മുന്തിരിവള്ളിയെ നട്ടു. അത് അതിനെക്കുറിച്ച് പിന്നെ വായിക്കുന്നത് അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. വായിച്ച് ഈ മുന്തിരിവള്ളി വളർന്നപ്പോൾ അതിൻ്റെ നിഴല് കൊണ്ട് പർവ്വതങ്ങൾ മൂടി. അതാണ് എൻ്റെ ചിന്താവിഷയം. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുവിൻ്റെ ആയി. മതി 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 വായിച്ചു. The hills were covered with its shadow and the mighty cedars with its boughs. Praise the Lord. ഈ സസ്യശാസ്ത്രമൊക്കെ ഉണ്ട്. അതിനെന്നാ പറയുന്നത് സസ്യശാസ്ത്രത്തിന് ഇംഗ്ലീഷിൽ എനിക്കറിയത്തില്ല. സുവോളജിയോ ബയോളജിയോ എന്തേലും ആട്ടെ. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം. ബോട്ടണി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരെങ്കിലും ബോട്ടണിയൊക്കെ പഠിച്ചവരുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലേ. പ്രൈസ് ദി ലോർഡ്. ബോട്ടണി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഭിത്തിയേൽ മതിലിലൊക്കെ പടരുന്ന ഈ പായൽ പോലും ഒരു സസ്യമാണെന്നാണ് സസ്യശാസ്ത്രത്തിൽ പറയുന്നത്. And botany studies show that even the plants which grow on the walls, they themselves have a research behind. ഞാൻ പറഞ്ഞു വന്നത് വള്ളിച്ചെടിയുണ്ട്, കുറ്റിച്ചെടിയുണ്ട്, മരമായിട്ട് വളരുന്ന ചെടികളുണ്ട്. സസ്യശാസ്ത്രത്തിൽ ഇതെല്ലാം വേറെ വേറെയാണ്. And botany defines them as ones which grow on the walls and on the as individual trees. നിങ്ങൾ എത്ര വളമിട്ടാലും എത്ര വെള്ളം ഒഴിച്ചാലും മതിലേ വളർന്ന പായൽ ഒരിക്കലും അത് കാതലുള്ള ഒരു മരമായിട്ട് മാറത്തില്ല. എത്ര വളം കൊടുത്താലും അതിന് ഒരു പരിധിയുണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് അതിന് വളരാൻ പറ്റത്തില്ല. And regardless of how much you water a vine that grows on the walls, it will never turn into a tree or grow as an individual tree. വള്ളിച്ചെടിക്ക് നിങ്ങൾ എത്ര വെള്ളം കോരിയാലും എത്ര വളമിട്ടാലും എത്ര തടമെടുത്താലും വള്ളിച്ചെടി ഒരു അത് കാതലുള്ള മരമാകത്തില്ല. അത് വള്ളിച്ചെടിയായിട്ടേ നിൽക്കുകയുള്ളൂ. And if you look at like the string plants which grow, regardless of how much water you give it, it will never develop into a full tree. ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടാൽ അത് വള്ളിച്ചെടിയാണ്. അതിന് കുറേ വളം ഞാൻ ഇട്ടു, എന്നും വളമിട്ടു, എന്നും വെള്ളം ഒഴിച്ചാലും അതൊരു പ്ലാവ് പോലെ നാളെ അറുത്ത് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റാവുന്ന കാതലുള്ള ഒരു തടിയായിട്ട് അത് രൂപാന്തരപ്പെടത്തില്ല. And if you look at a vine, it will always grow as a string plant. It will continue to grow as individual roots. എന്ന് പറഞ്ഞാൽ അത് വള്ളിച്ചെടിയാണ്. അതിന് അതേ പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് എത്ര പരിചരിച്ചാലും അതിന് വളരാൻ പറ്റത്തില്ല. So that vine has its own limitations, has its own boundaries. It cannot go beyond that. മാത്രമല്ല വള്ളിച്ചെടിയെ കുറിച്ച് നമുക്കറിയാം, അതിന് മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ സഹായമില്ലാതെ അതിന് പടരാനും പറ്റത്തില്ല. And we know another property is it cannot grow by itself. It needs the assistance of something else. അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഈ കുരുമുളക് നമുക്കറിയാം. കുരുമുളക് നല്ല വിലയുള്ളതാണെങ്കിലും അതിൻ്റെ വള്ളി പടരണമെങ്കിൽ എന്ത് വേണം? അതിനൊരു എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അല്ലേ? നമ്മുടെ വിശ്വാസികൾ ചിലർ ഇങ്ങനെ ആരുടെയും സപ്പോർട്ട് എപ്പോഴും ഇരിക്കുന്ന പോലെ ഒരു സപ്പോർട്ട് ഇല്ലാതെ അതിന് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. And if we look at like the black pepper, it needs something, it needs to be assistance for it to be able to grow. ഗോൾഡ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ലേ? കറുത്ത പൊന്നെന്നൊക്കെയാണ്. ഭയങ്കര കാശാണ് കുരുമുളകിനൊക്കെ. പ്രൈസലോ. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു വള്ളിയാണ്. അതിന് ആരുടെയും സപ്പോർട്ട് വേണം. And despite it being referred to as black gold and all of these things, it cannot grow by itself. It needs some assistance. ആശ്രയമില്ലാതെ അതിന് പടരാൻ പറ്റത്തില്ല. Until it has some kind of support, it cannot grow. And it's the same for a vine or grape vine. നമ്മുടെ വീട്ടിൽ ചിലരുടെ ആരുടെയോ ജിനുവിൻ്റെ വീട്ടിലൊക്കെ ഞാൻ ചെന്നപ്പോൾ കണ്ടു ഒരു മുന്തിരി നട്ടിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ അതിനൊരു ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ലേ ആഷ്ലി? ആർച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേലും ഇങ്ങനെ കയറുന്നു. വേറെ ആരുടെയും വീട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം. And once again, the grapevine requires some kind of support for it to grow. പക്ഷേ ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം കൊണ്ടുവന്ന് നട്ടത് ഒരു മുന്തിരി വള്ളിയാണ്. പക്ഷേ
അത് വളർന്നു വന്നപ്പോൾ അതിന്റെ കൊമ്പുകൾ ദേവദാരുവിന്റെ കൊമ്പ് പോലെ ആയിരുന്നു. And it says even though it was planted as a grapevine, it's grown into a great sandal tree or a cedar tree. ദേവദാരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആലയം പണിയാൻ ശലോമോൻ ഉപയോഗിച്ച മരമാണ് ദേവദാരു. അതിനെ അറക്കാം, അതിൽ നിന്ന് നല്ല ഫർണിച്ചർ, നല്ല എന്താ പറയുക, കാതലുള്ള തടിയൊക്കെ കിട്ടും. അതാണ് ദേവദാരു. ഇവിടെ നമ്മൾ വായിക്കുന്നത് നട്ടത് മുന്തിരിവള്ളിയാണ്, ആശ്രയമില്ലാതെ പടരാൻ പറ്റാത്തതാണ്. അത് എത്ര വെള്ളം കൊടുത്താലും വളം കൊടുത്താലും ഒരു പരിധിക്കപ്പുറത്തേക്ക് അത് വളരത്തില്ല. പക്ഷേ ദൈവമാണ് നട്ടതെങ്കിൽ പരിധികളെ ലംഘിച്ച് വളരാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ കരം അതിന് ശക്തമാക്കുന്നതാണ്. ഹല്ലേലൂയ. We know the importance of these cedar trees. They're used by Solomon in the temple and used to make various furniture. But the grapevine can never reach that. It can never go beyond its limits. But when God plants it, all limits will be broken, all boundaries will be broken. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒരു ദൂത് പറയാൻ ദൈവമക്കളോട് ശ്രദ്ധിച്ചേ. നിന്നെ കണ്ടിട്ട്, നിന്റെ സാഹചര്യം കണ്ടിട്ട്, അതെ നീ ഇതിനപ്പുറത്തേക്ക്, നിനക്ക് ഈ ലിമിറ്റിനപ്പുറത്തേക്ക് നീ ആകാൻ പോകുന്നില്ല, നിന്റെ തലമുറയാകാൻ പോകുന്നില്ല, ഇതിനപ്പുറത്തേക്ക് നിനക്ക് ഒരിടത്തും എത്താൻ കഴിയുന്നില്ലെന്നൊക്കെ പിശാച് നിന്റെ ചെവിയിൽ മന്ത്രമോദിയാൽ, ചുറ്റുപാടുകൾ നിന്നോട് പറഞ്ഞാൽ, ലോകക്കാർ പറഞ്ഞാൽ പറയണം. ആര് ലിമിറ്റ് വെച്ചാലും അതെ ഒരുപക്ഷെ ജീവശാസ്ത്രം അനുസരിച്ച്, സസ്യശാസ്ത്രം അനുസരിച്ച് അത് ശരിയായിരിക്കാം. പക്ഷേ നട്ടതെന്റെ ദൈവമാണെങ്കിൽ പരിധികൾക്കപ്പുറത്ത്, ഈ ലോകത്തിന്റെ വിധികൾക്കപ്പുറത്ത്, അത് എന്റെ ബുദ്ധിയുടെ പ്രമാണത്തിനപ്പുറത്ത് എന്നെ വളരുമാറാക്കാൻ, എന്നെ പടരുമാറാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. Amen. And in our own lives, whether that's because devil tells us or the people around us tell us, say that you have a limit, say that you have a line that you cannot overcome, even if science tells you cannot overcome it, even if botany tells you can't overcome it. If God has put you in a place, then all limits will be broken, all boundaries will be broken. വൈദ്യശാസ്ത്രം പറഞ്ഞ വിധികൾ, അതെ ഇതാണ് ലിമിറ്റ് കുഞ്ഞെ. ഹല്ലേലൂയ. നിനക്കൊരു കുടുംബജീവി, ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞങ്ങളുടെ ചർച്ചിലെ അതെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞതാണ്, നിനക്കൊരു കുടുംബജീവിതം ഉണ്ടാകുകയില്ല, കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ഈ രോഗം ജീവിതാവസാനം വരെ നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് പറയാം, വൈദ്യശാസ്ത്രത്തിൻ്റെയും ജീവശാസ്ത്രത്തിൻ്റെയും സസ്യശാസ്ത്രത്തിൻ്റെയും വിധികളെ മാറ്റി എഴുതി, പരിധികളെ മാറ്റി എഴുതി എൻ്റെ ദൈവമാണ് എന്നെ നട്ടതെങ്കിൽ ആരെന്ത് വിധി പറഞ്ഞാലും എൻ്റെ ദൈവം പരിധികളില്ലാതെ എന്നെ വിശാലതപ്പെടുത്താൻ, എന്നെ വളരെമാറാക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. Amen. And regardless of what limitations are put to you, regardless of what field of science tells you this is your limit, know that if Lord has put you there, then all limits are broken, all boundaries are broken, and you can do whatever you can through the grace of God. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എങ്ങനെയാണ് മുന്തിരിവള്ളി ദേവദാരുവിന്റെ കൊമ്പായി മാറിയത്? കഴിച്ച ആഹാരത്തിന്റെ ബലമാണോ? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ കഴിച്ച പൗഷ്ടികാഹാരത്തിന്റെ ശക്തിയാണോ? സാമ്പത്തിക പശ്ചാത്തലമാണോ? അല്ലെങ്കിൽ കിട്ടിയ വെള്ളത്തിന്റെ മേന്മയാണോ? ഒന്നുമല്ല. നട്ടത് ദൈവത്തിന്റെ കരമാണെന്നുള്ളത് കൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തുമായിക്കൊള്ളട്ടെ, നട്ടത് എൻ്റെ ദൈവത്തിന്റെ കരമാണെങ്കിൽ പരിധി ആര് വെച്ചാലും അതിനെ തകർത്ത് അതേ ലോകത്തിന്റെ വിധികളെ മാറ്റി എഴുതി എൻ്റെ ദൈവം എന്നെ വളർത്തുന്നവനാണ്. ഹല്ലേലൂയ. And how did this grapevine become this great cedar tree? It's not because of the food that it ate, the water that it had. It's not because of the support it was given, but because it was the God that planted them who breaks all ഞാൻ limits. വാക്കുകൾ നിർത്താം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Matthew 15 verses 13. Praise the Lord. അങ്ങനെയാണെങ്കിൽ ആ വാക്യത്തിന്റെ മറുപുറം ഒന്ന് ചിന്തിച്ചേ. സ്വർഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്തതൊക്കെ വേരോടെ പറഞ്ഞു പോകുമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവാണ് എന്നെ നട്ടതെങ്കിൽ എന്നെ പറിക്കാൻ മൂടോടെ പിഴുതെറിയാൽ ലോകത്തിലേതെല്ലാം ശക്തികൾ, മന്ത്രവാദ ശക്തികൾ, ആവിചാര ശക്തികൾ, ലോകത്തിലെ സകല അന്ധകാര വ്യാപാരങ്ങളും ദുർബോധ ശക്തികളും സകല ശക്തികളും ഒരുമിച്ച് നിന്ന് പണിയെടുത്താലും നട്ടതെന്റെ സ്വർഗത്തിലെ പിതാവാണെങ്കിൽ ഞാൻ പറഞ്ഞു പോകത്തില്ല. ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. From reading this verse, how many of us have the confidence, regardless of what science, people, Satan, regardless if all of them join forces against you, how many of us have the confidence that we will always be uprooted and will never be taken away by these forces? കൃഷിയാണെന്ന് ഞാനെങ്കിൽ, അവനാണ് എന്നെ നട്ടതെങ്കിൽ സാഹചര്യം ഒരു വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. പരിസ്ഥിതികൾ ഒരു വിഷയമല്ല. ദൈവമാണ് എന്നെ നട്ടതെങ്കിൽ പരിധികൾക്കപ്പുറത്തേക്ക് അവിടുന്ന് എന്നെ വളരുമാറാക്കുന്നവനാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് സാഹചര്യങ്ങളെ നോക്കിയിട്ട് പറ, എൻ്റെ ദൈവമാണ് എന്നെ നട്ടതെങ്കിൽ. അതെ, പരിമിതികളെ, ലിമിറ്റേഷനുകളെ നോക്കിയിട്ട് പറ, ദൈവമാണ് എന്നെ നട്ടതെങ്കിൽ
നട്ടില്ലെങ്കിൽ എൻ്റെ ദൈവം എന്നെ വളരുമാറാക്കും. ദൈവം നട്ടത് പറഞ്ഞു പോകത്തില്ല. ഹല്ലേലൂയ. Amen. And regardless, once again, how many of us have the confidence that we have been planted by God, and regardless of what limitations we can break them, regardless of what forces, will never be taken away from the place where we have been Praise the rooted. Lord. How many of Hallelujah. us have that confidence in the Lord? ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Let us all നമുക്ക് stand in the പാടി presence of God, and let us give praise to God through our songs and give our offerings as well. പ്രൈസ് ലോർഡ്. ആമേൻ. നമുക്കറിയാവുന്ന ഒരു പഴയ ഗാനമാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരും വേഗം. ഹല്ലേലൂയ. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ ഈ പാട്ട് എല്ലാവർക്കും അറിയാമോ? പാസ്റ്റർ പറഞ്ഞു ഇത് പഠിച്ച് ഇവിടുന്ന് മത്സരത്തിനൊക്കെ പാടിയിട്ടുള്ള പാട്ടാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ കരങ്ങളടിച്ച് സ്തുതിക്കാം. കർത്താവ് വരാറായി. ഹല്ലേലൂയ. സ്തോത്രം. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരും വേഗം. മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരും വേഗം. മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കർത്തനുമായി ആനന്ദിപ്പാൻ വാനമേഘെ വന്നിടുമ്പോൾ ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടു കൂടെ. കർത്തനുമായി ആനന്ദിപ്പാൻ വാനമേഘെ വന്നിടുമ്പോൾ ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടു കൂടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭൂമി കുലുങ്ങും, കടലിളകും, കപ്പൽ താഴും, എങ്ങും നാശം. ചമത്താലി ശോണി എങ്ങും ക്ഷീണമായി ഭവിച്ചിടും. ഭൂമി കുലുങ്ങും, കടലിളകും, കപ്പൽ താഴും, എങ്ങും നാശം. ചമത്താലി ശോണി എങ്ങും ക്ഷീണമായി ഭവിച്ചിടും. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും. ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടു കൂടെ. വാക്കുമാറാ ദൈവശബ്ദം ഓരോ നാളും നിറവേറും. ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടു കൂടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഞ്ചു ഭൂഖണ്ഡത്തിലുള്ള വാഴ്ചയെല്ലാം നിന്നു പോകും. ഇരുൾ മൂടും, ഇടിമുഴങ്ങും, നിലവിളിയും കണ്ണീർ മാത്രം. അഞ്ചു ഭൂഖണ്ഡത്തിലുള്ള വാഴ്ചയെല്ലാം നിന്നു പോകും. ഇരുൾ മൂടും, ഇടിമുഴങ്ങും, നിലവിളിയും കണ്ണീർ മാത്രം. സമാധാനമില്ല ഭൂവിൽ അലഞ്ഞിടും മർത്യരെല്ലാം. ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടു കൂടെ. സമാധാനമില്ല ഭൂവിൽ അലഞ്ഞിടും മർത്യരെല്ലാം. ഞാനും ചേർന്നു ആനന്ദിക്കും. കോടി 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 ദൂതരുമായി യേശുരാജൻ വരും വേഗം. മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പകർന്നിടും. കർത്തനുമായി ആനന്ദിപ്പാൻ വാനമേഘെ വന്നിടുമ്പോൾ ഞാനും ചേർന്നു
ചേർന്നു ആനന്ദിക്കും എന്നേശുവോടുകൂടെ. കർത്തനുമായി ആനന്ദിപ്പാൻ വാനമേഘേ വന്നിടുമ്പോൾ ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടുകൂടെ. കർത്തരുമായി ആനന്ദിപ്പാൻ വാനമേഘേ വന്നിടുമ്പോൾ ഞാനും ചേർന്നു ആനന്ദിക്കും എന്നേശുവോടുകൂടെ. ഹല്ലേലൂയ. എത്ര നല്ല പ്രത്യാശയ്ക്കായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. മർത്യർ